രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് സ്വന്തം അണികൾ പുകഴ്ത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെ? പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി 3 ആഴ്ച പിന്നിട്ടിട്ടും രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി സഭയിലേക്ക് വരാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി അമിത്ഷാ ഒളിച്ചോടിയോ? BJPയുടെ അടിത്തറ ഇളകുന്ന കാഴ്ചയാണോ ഡൽഹിയിൽ കാണുന്നത്? എന്തായാലും അമിത്ഷയെ പറ്റി ഒരു വിവരവുമില്ല. ചോദ്യങ്ങൾ കടുപ്പമുള്ളതാകുമ്പോൾ ചാണക്യതന്ത്രങ്ങൾ പാളുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായിട്ടുള്ള അതിക്രമമാണ് നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയയിലടക്കം അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭാവി തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെ സംസാരിച്ച യുവത്വത്തെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ച് നേരിടാൻ ആരാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് അധികാരം നൽകിയത്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടാണ് അമിത്ഷായ്ക്കെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഈ ഒരു ക്രൂരതയ്ക്ക് മറുപടി പറയാൻ അമിത്ഷായ്ക്ക് ധൈര്യമില്ലെന്നും ആഭ്യന്തരമന്ത്രിക്ക് സഭയെ അഭിമുഖീകരിക്കാൻ ഭയമാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് സഭയെ ഇളക്കി മറിക്കുകയാണ്. സഭയിൽ വന്ന് മറുപടി പറയാൻ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തരമന്ത്രി സഭയുടെ പടി ചവിട്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന വിവാദം, നീറ്റ് പരീക്ഷാ തട്ടിപ്പ്, ലഡാക്ക് സമരം, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാരിനും അമിത്ഷായ്ക്കും മറുപടിയില്ല. തങ്ങൾക്ക് താല്പര്യമുള്ള FCRA ബില്ലും മറ്റ് നിയമ ഭേദഗതികളും പ്രതിപക്ഷമില്ലാത്ത സഭയിൽ പാസാക്കിയെടുക്കാൻ കാണിക്കുന്ന ആവേശം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഭരണപക്ഷം കാണിക്കുന്നില്ല എന്നതാണ്. ഒരു വശത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട ആഭ്യന്തര തർക്കങ്ങൾ, മറുവശത്ത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങൾ. ഇത് കാരണം BJPയുടെ അടിത്തറ തന്നെ ഇളകി തുടങ്ങിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ മാസ് ഡയലോഗ് അടിക്കുന്ന അമിത്ഷാ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ ജനപ്രതിനിധികളെ അഭിമുഖീകരിക്കാൻ എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത്? ഭരണഘടനയും രാജ്യത്തെ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് എത്ര നാൾ ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കാനാകും? വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. അമിത്ഷാ സഭയിലെത്തി മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം മോദി സർക്കാരിന്റെ അഹങ്കാരത്തിനേൽക്കുന്ന കനത്ത തിരിച്ചടിയാകും എന്നതാണ് മറ്റൊരു സത്യം. സഭ സമ്മേളിച്ച് 3 ആഴ്ചകൾ പിന്നിട്ടിട്ടും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിന്റെ പടി ചവിട്ടിയില്ല എന്നത് ജനാധിപത്യ ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചും പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചും മറുപടി പറയേണ്ട പ്രധാന വ്യക്തിയെ തന്നെ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അണികളിൽ പോലും വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. എപ്പോഴും സഭയിൽ മുൻനിരയിലിരുന്ന് പ്രതിപക്ഷത്തെ വിറപ്പിച്ചിരുന്ന അമിത്ഷായുടെ ഈ ഒരു പെട്ടെന്നുള്ള കാണാതാകൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള പ്രയോഗം, അതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. രാജ്യത്തിന്റെ ഭാവി നിർണയിക്കേണ്ട യുവത്വത്തെ ക്രിമിനലുകളെ പോലെ നേരിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും ആഭ്യന്തര മന്ത്രാലയത്തിന് സാധിക്കുന്നില്ല. അത് അവരുടെ വലിയ പരാജയം കൂടിയാണ്. സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന ഈ ഒരു അടിച്ചമർത്തലിന് നേരിട്ട് ഉത്തരം പറയേണ്ട ബാധ്യതയിൽ നിന്നാണ് അമിത്ഷാ ഇപ്പോൾ ഓടി ഒളിക്കുന്നത്. എവിടെയാണ് അമിത്ഷാ? എവിടെ സംഘപരിവാറെ BJPക്കാരെ നിങ്ങളുടെ അമിത്ഷാ? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത്. ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധ വിദ്യാർത്ഥികൾക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയ അമിത്ഷായ്ക്ക് പാർലമെന്റിൽ വന്ന ജനപ്രതിനിധികളെ അഭിമുഖീകരിക്കാൻ ഭയമാണെന്നും പറയുന്നുണ്ട്. സത്യമല്ലേ? അതുകൊണ്ടല്ലേ 3 ആഴ്ച പിന്നിട്ടിട്ട് പോലും ആ പടി ചവിട്ടാൻ അമിത്ഷാ വരാത്തത്? ചോദ്യങ്ങളെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്ന രാഹുലിന്റെ പ്രസ്താവന തീർത്തും സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണല്ലോ കിട്ടിയത്. അതേസമയം തന്നെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം നടക്കുകയാണ്.
വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയല്ല എന്നും സഭയിൽ വന്ന് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. സഭാ നടപടികളുമായിട്ട് സഹകരിക്കാൻ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ആഭ്യന്തരമന്ത്രി വരാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഈ പ്രതിഷേധത്തിന്റെ കേവലം ഒരു വിദ്യാർത്ഥി സമരത്തിൽ ഒതുങ്ങുന്നതല്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളിൽ വൻ അഴിമതിയും ക്രമക്കേടും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ സാമ്പത്തിക തട്ടിപ്പിൽ BJPയുടെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന ആരോപണം ശക്തമായതോടെ ആഭ്യന്തരമന്ത്രിക്ക് സഭയിൽ ഇതിനെ പ്രതിരോധിക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓടി ഒളിക്കുന്നത്. അയോധ്യ നീറ്റ് പരീക്ഷ, ഈ ബദ്രിനാഥിലും അതേ വിഷയം തന്നെ നടക്കുന്നു. ഇനി കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ പരാജയം കൂടിയാണ്. കശ്മീരിന് ഉടൻ സംസ്ഥാന പദവി നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും ലഡാക്കിൽ സോനം വാങ്ചുങ്ങിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ അതിർത്തി സുരക്ഷാ പ്രശ്നങ്ങളിലും ഭരണപരാജയങ്ങളിലും അമിത്ഷാ മറുപടി പറയേണ്ടി വരുമെന്നതാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന് പിന്നിലെ മറ്റൊരു കാരണം. മറുപടി പറയാൻ കഴിയില്ല. തെറ്റ് ചെയ്തവൻ എങ്ങനെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് മാപ്പ് പറയും എന്നതാണ് ആലോചിക്കുന്നത്. തെറ്റവരാണല്ലോ ചെയ്തത്, അത് സമ്മതിക്കാൻ പോലുമുള്ള ധൈര്യം ഇല്ല. അങ്ങനെ അതുപോലും പറയാൻ ധൈര്യമില്ലാത്ത ഒരാളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ട് ഭരിക്കുന്നത്. പുറമെ ശക്തമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും BJPക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ഇപ്പോൾ പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള അധികാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിലെ ചാണക്യന് സാധിക്കുന്നില്ല. എല്ലാം കൈവിട്ടു പോകുന്നു. പാർട്ടിക്കുള്ളിലെ ഈ ഒരു വൻ വിള്ളലുകളും അണികളുടെ ചോർച്ചയും BJPയുടെ അടിത്തറ ഇളകുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. കാലം കാത്തുവെച്ച നീതി. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുമ്പോഴും NGOകളുടെ വിദേശ ധനസഹായം തടയുന്ന പുതിയ FCRA ഭേദഗതി ബിൽ പോലുള്ള തങ്ങൾക്ക് താല്പര്യമുള്ള നിയമങ്ങൾ പാസാക്കിയെടുക്കാൻ ഭരണപക്ഷം കടുത്ത ആവേശം കാണിക്കുകയാണ്. സഭയിൽ പ്രതിപക്ഷമില്ലാത്ത സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ ചർച്ച കൂടാതെ പാസാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗം നടക്കുന്നത്. ആ ഭാഗത്തിൽ അമിത്ഷായുടെ ഈ ഒരു പിന്മാറ്റമാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്തരം കാര്യങ്ങളിൽ അമിത്ഷാ വരുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ വരുന്നില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പരീക്ഷാ തട്ടിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഡേറ്റയോ മറുപടിയോ കേന്ദ്ര സർക്കാരിന്റെ പക്കലില്ല. മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ച് സംസാരിക്കാറുള്ള അമിത്ഷായ്ക്ക് കൃത്യമായ തെളിവുകളോടെ പ്രതിപക്ഷം ചോദ്യശരങ്ങൾ എറിയുമ്പോൾ തഞ്ചത്തിൽ ഒഴിഞ്ഞു മാറുകയല്ലാതെ വേറെ വഴികളില്ല. അതുകൊണ്ടാണ് 3 ആഴ്ചയായിട്ടും അദ്ദേഹം മനഃപൂർവ്വം പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ചുരുക്കത്തിൽ മോദി ഷാ കൂട്ടുകെട്ടിന്റെ പ്രതാപകാലം അവസാനിക്കുകയാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം പാർലമെന്റിൽ ഒന്നടങ്കം അണിനിരക്കുമ്പോൾ പഴയതുപോലെ ഭീഷണിപ്പെടുത്തിയും തന്ത്രങ്ങൾ മെനഞ്ഞും സഭയെ നിയന്ത്രിക്കാൻ അമിത്ഷായ്ക്ക് കഴിയുന്നില്ല. ഭീഷണി ഒന്നും ഏൽക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു രാഷ്ട്രീയ പതനമാണ് BJPയുടെ വലിയ ഒരു അടിത്തറ ഇളക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ എന്ന് പറയുന്നത്. മോദി എവിടെയാണ്? അമിത്ഷാ എവിടെയാണ്? ജനങ്ങൾ ചോദിക്കുകയാണ്. ഈ ജനങ്ങൾ ചോദിക്കുന്നതിനും പ്രതിപക്ഷം ചോദിക്കുന്നതിനും മറുപടി പറയാൻ പോലും ധൈര്യമില്ലാത്തവരാണോ രാജ്യം ഇനിയും ഭരിക്കേണ്ടത്?